ഹലോ ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻട്രിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ആർ പി എഫിൻ്റെ കോൺസ്റ്റബിളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആർ പി എഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് ആർ ആർ ബിയുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളോട് ഒന്ന് ഡിസ്കസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇൻട്രൊഡ്യൂസിങ് മൈസെൽഫ്, എൻ്റെ പേര് ശ്യാം എന്നാണ്. നമുക്ക് മുമ്പ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആർ പി എഫുമായിട്ട് ബന്ധപ്പെട്ട് ആർ പി എഫിന്റെ എക്സാം, എസ് ഐ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുന്ന സമയത്തും ഇപ്പോൾ വീഡിയോസിന്റെ കമന്റ് സെക്ഷനിലായിട്ടൊക്കെ ചോദിക്കുന്ന ഒരു സംഭവം കോൺസ്റ്റബിളുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, കോൺസ്റ്റബിൾ എന്ന് പറയുന്ന എക്സാം അപ്ലൈ ചെയ്ത ആളുകൾക്ക് എക്സാം ഡേറ്റ് എപ്പോൾ വരും, എങ്ങനെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയങ്ങൾ എൻട്രിയുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേഴ്സണലി പുറത്തൊക്കെ വെച്ച് കാണുന്ന സമയത്ത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കാറുണ്ടായിരുന്നു. അപ്പൊ അവർക്ക് ഒരു കാത്തിരിപ്പിന്റെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ എക്സാം ഡേറ്റ് എന്ത് ചെയ്തിരിക്കുകയാണ്, ആർ ആർ ബി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം അപ്പോൾ അവരുടെ ഒരു ഷോർട്ട് നോട്ടീസ് ആണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. ഷോർട്ട് നോട്ടീസ് ഇങ്ങനെയാണ്: ആർ പി എഫിന്റെ 2/2024 2024 സെക്കൻഡ് നോട്ടിഫിക്കേഷൻ പ്രകാരം, സി എൻ പ്രകാരമുള്ള ആർ പി എഫ് കോൺസ്റ്റബിൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനുള്ള എക്സാം ഡേറ്റ് ആണ് ഇപ്പോൾ ഏകദേശം അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഒരു ടെൻഡേറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂൾ അവർ കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി വലുതായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണുന്നത്. ആർ പി എഫിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം മാർച്ച് സെക്കൻഡോടുകൂടി, മാർച്ച് സെക്കൻഡ് മുതൽ 20th മാർച്ച് 2025 വരെ, അതായത് മാർച്ച് ഫസ്റ്റ് വീക്ക് മുതൽ ഏകദേശം തേർഡ് വീക്ക് വരെയുള്ള സമയം വരെ ഈ പറയുന്ന എക്സാം കണ്ടക്ട് ചെയ്യുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആർ പി എഫുമായിട്ട് ബന്ധപ്പെട്ട് എസ് ഐ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് കഴിഞ്ഞ എക്സാം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ഒരുപാട് പെട്ടെന്ന് ഉണ്ടാവുമോ എന്നുള്ള രീതിയിലുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അവർ കൊടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു അറിയിപ്പാണ്. ഈ പറയുന്ന കോൺസ്റ്റബിൾ എക്സാമിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ്. അപ്പോൾ സെക്കൻഡ് മാർച്ച് 2025 മുതൽ 20th മാർച്ച് 2025 വരെ ആയിരിക്കും ഈ പറയുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എന്ന് പറയുന്നത്. ഒരു 10 ഡേയ്സ് മുമ്പ്, എക്സാമിന് ഒരു 10 ഡേയ്സ് മുമ്പ് നമുക്ക് അവരുടെ എക്സാം സെറ്റ്, ഈ പറയുന്ന വെന്യൂ ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രം ആണെങ്കിൽ ട്രിവാൻഡ്രം, എറണാകുളത്താണെങ്കിൽ എറണാകുളം, തൃശ്ശൂരാണ് അല്ലെങ്കിൽ കോയമ്പത്തൂരാണ്, അല്ലെങ്കിൽ ഇപ്പോൾ മൈസൂർ ആണെന്നുള്ള രീതിയിൽ നമ്മൾ പല പല സോണിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കൂട്ടുകാരുണ്ടാവും. അപ്പൊ സോൺ വൈസ് അപ്പോൾ എവിടെ ആയിരിക്കും ഏകദേശം നമ്മുടെ പെർമനന്റ് അഡ്രസ്സോട് കൂടി ചേർന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ആയിരിക്കും മാക്സിമം അടുത്ത് തന്നെ ആയിരിക്കും കൊടുക്കാനായിട്ട് സാധ്യത. അപ്പോൾ ആ ഒരു സിറ്റി നമുക്ക് അറിയാൻ, സിറ്റി ഇൻഡിമേഷൻ 10 ഡേയ്സ് മുമ്പ് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. നമുക്ക് എക്സാം, ഈ പറയുന്ന ഇൻഡിമേഷൻ കാര്യങ്ങളെല്ലാം ലഭിക്കുമെങ്കിലും 4 ദിവസം മുൻപ് തന്നെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ ഈ പറയുന്ന അഡ്മിറ്റ് കാർഡ്, ഈ കോൾ ലെറ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. സെക്കൻഡ് മാർച്ച് മുതൽ 20th മാർച്ച് വരെയുള്ള 18 ദിവസത്തോളം സമയമായിരിക്കും ആർ പി എഫ് കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടുള്ള എക്സാം സമയം എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥികളായിട്ടുള്ള കൂട്ടുകാർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഏകദേശം ഒരു മാസം നമ്മുടെ കയ്യിൽ സമയമുണ്ട്. നല്ല രീതിയിലുള്ള ഇനിയുള്ള റിവിഷൻ സ്ട്രാറ്റജിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. 10 ദിവസം മുമ്പ്, ഏകദേശം നമുക്കൊരു ഫെബ്രുവരി 22nd കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഈ പറയുന്ന എക്സാം സിറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. 4 ദിവസം മുമ്പ്, എക്സാമിന് 4 ദിവസം മുമ്പ് നമുക്ക് ഈ പറയുന്ന കോൾ ലെറ്റർ മെയിൽ ഐ ഡി ത്രൂ നമുക്ക് ഇന്റിമേഷൻ തരുന്നതുമായിരിക്കും. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് അവരുടെ നോട്ടീസിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ആധാറിന്റെ ഔതന്റിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ, വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോകുമ്പോൾ എന്തായാലും ബയോമെട്രിക്സ് ചെയ്യുന്നുണ്ടാവും, ഫിംഗർ വെച്ച് ചെയ്യുന്നുണ്ടാവും, ഈ പറയുന്ന ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ ആധാർ വെരിഫിക്കേഷൻ, നമ്മളിപ്പോൾ ഒതന്റിഫിക്കേഷൻ ക്ലിയർ ആയിട്ട് ലിങ്ക്ഡ് ആണ് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തണം. ജസ്റ്റ് ഒന്ന് ആധാറിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മളത് നമ്മുടെ നമ്പറും ഈ പറയുന്ന ഒ ടി പി അടിച്ചു കൊടുത്ത മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുള്ള ഒ ടി പി വരുന്ന സമയത്ത് നമ്മളത് അവർ പറയും വെദർ ഇറ്റ് ഈസ് ലിങ്ക്ഡ് ഓർ നോട്ട് എന്നുള്ള രീതിയിൽ. ഭൂരിഭാഗം കേസുകളിൽ നിങ്ങൾക്ക് ലിങ്ക്ഡ് തന്നെ ആയിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അത് ഓപ്പൺ തന്നെ ആയിരിക്കും. അതൊന്ന് ഓപ്പൺ ചെയ്ത് വെക്കണം, വെരിഫിക്കേഷൻ ചെയ്ത് അതിൻ്റെ ഒരു ഓതന്റിഫിക്കേഷൻ ഓൺ ആയിരിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭൂരിഭാഗം നമ്മളിപ്പോൾ റേഷൻ കടയിലൊക്കെ പോയിട്ട് വിരൽ വെക്കുന്ന സമയത്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോർമലി നമ്മുടെ അത് ഓൺ ആണ് എന്നുള്ള രീതിയിലായിരിക്കും പറയാ. ഓക്കെ, അപ്പോൾ അപ്പോൾ ആ സമയത്ത് അവിടെ പോകുന്ന സമയത്ത് ആധാറിന്റെ ഒരു വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിന് മുമ്പ് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ലോക്ക്ഡ് അല്ല എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ആർ ആർ ബിയുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ മാത്രമേ, ഓക്കെ, ആർ ആർ ബിയുടെ ഒറിജിനൽ വെബ്സൈറ്റിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ പബ്ലിഷ് ചെയ്യുന്നുള്ളൂ. ഒരിക്കലും എന്താ പറയുക, ഫേക്ക് ആയിട്ടുള്ള ആളുകളിൽ നിന്ന് ഒരിക്കലും വഞ്ചിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്.
അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും നമ്മൾക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. സോ ആധാർ വെരിഫിക്കേഷൻ ഒന്ന് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് ആധാർ നമ്മുടെ ലിങ്ക്ഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറായിട്ട് ലിങ്ക്ഡ് ആയിട്ടുള്ളതിൽ ലോക്ക്ഡ് അല്ലല്ലോ, ഒന്ന് അൺലോക്ക്ഡ് ആണ് എന്നുള്ള രീതിയിൽ ഉറപ്പുവരുത്തുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തു വയ്ക്കുക. ഓക്കെ, ഒരു എക്സാമിനേഷൻ പാറ്റേൺ അറിയാമെന്ന് വിചാരിക്കുന്നു, എങ്കിലും ഒന്നുകൂടെ പറയുന്നുണ്ട്. 35 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ ബേസിക് അരിത്തമെറ്റിക് എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്ന് നമുക്ക് ഉള്ളത്. 35 മാർക്സ് ആണ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റുന്നത്. റീസണിങ്ങിന് വേണ്ടി നമ്മൾ 35 മാർക്സ് ആണ്. ജനറൽ അവയർനെസ് എന്ന് പറയുന്നതിൽ ഈ പറയുന്ന സയൻസും ഈ പറയുന്ന ജനറൽ അവയർനെസ്സും ചേർന്ന് ആസ് എ ടോട്ടൽ വി ആർ ഹാവിംഗ് 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഒരു 90 മിനിറ്റ് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർക്കാനുള്ള ക്വസ്റ്റ്യൻസിന് എണ്ണം 120 ആണ്. സോ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നല്ല സ്പീഡായിട്ട് മാക്സിമം കാര്യങ്ങൾ സ്പീഡായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അറിയാൻ വിചാരിക്കുന്നു ഈ സെലക്ഷൻ പ്രോസസ്സ് ത്രൂ ഔട്ട് 4 സ്റ്റെപ്പാണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. അതിനുള്ള ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് പാസ്സാവുന്ന ആൾക്ക് ഇനി പറയുന്ന ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പോലെയുള്ള അടുത്ത സ്റ്റെപ്പുകളിലേക്കുള്ള അടുത്ത ഫേസസിലേക്കുള്ള എൻട്രി ലഭിക്കുന്നു. അതിനുശേഷമാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത്. പിന്നെയാണ് ഈ പറയുന്ന ട്രെയിനിങ് പ്രൊസീജിയർ ഒക്കെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു 90 മിനിറ്റ് സമയമുള്ള എക്സാം ആയിരിക്കും. 120 മാർക്സ് ആണ്. അതിൽ നെഗറ്റീവ് മാർക്കിങ്സ് 1/3 ആണ് വരുന്നത്. അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതാണ്. പിന്നെ അതിനുശേഷം ഫിസിക്കൽ മെഷർമെന്റ് ടെസ്റ്റ് വരുന്നുണ്ട്, PMT എന്ന് പറയും. അത് ഈ പറയുന്ന ഹൈറ്റും പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റിന്റെ മെഷർമെന്റ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ്. ചെസ്റ്റിന്റെ മെഷർമെന്റ് മെയിലിൽ മാത്രമാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി വരുന്നുണ്ട്, ഹൈ ജമ്പ്, ലോങ് ജമ്പ് പോലെയുള്ള ഓട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെക്ക് ചെയ്യുന്നതാണ്. അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. ഓക്കെ, അതിനുശേഷമാണ് ഈ പറയുന്ന ട്രെയിനിങ് പ്രോസസ്സിലേക്കൊക്കെ അവർ കടക്കുക. അപ്പോൾ കൂട്ടുകാരൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക, RPF-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ഒരു മാസം മക്കളെ നമ്മൾക്ക് വേണ്ടിയുള്ള മാസമാണ്. നല്ല രീതിയിൽ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കൃത്യമായിട്ടുള്ള പഠന സ്ട്രാറ്റജിയുമായിട്ട് പ്രിപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോവുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് തന്നെയാണിത്. അപ്രാപ്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. ഈ പറയുന്ന സ്റ്റഫ് ആയിട്ടുള്ള സിലബസ് ഒന്നും അല്ല, നല്ല സിലബസ് തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്. ആ കാര്യങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. പുതിയതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്നതിനൊപ്പം തന്നെ ജസ്റ്റ് ഒന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടെന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ചെയ്യുക, മോക്ക് പേപ്പേഴ്സ് ചെയ്യുക, പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ബേസിക്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉറപ്പുവരുത്തുക. അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ സ്പീഡും അക്യുറസിയും കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയുള്ള സ്ട്രാറ്റജിയുമായിട്ട് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ 4 കടമ്പകളാണ് നമുക്ക് മുമ്പിലുള്ളത്. ഒന്ന് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം, ഏറ്റവും ബേസിക് ആണ്. ഇത് പാസ്സായാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഫിസിക്കലും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. 35 മാർക്സ് ഈ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്, 35 മാർക്ക് നമ്മൾക്ക് ഈ പറയുന്ന റീസണിങ്ങിന്. ആസ് എ ടോട്ടൽ 70 മാർക്ക് അവിടെ ലഭിക്കുന്നു. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ജനറൽ അവയർനെസ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്ന 10th 12th ക്ലാസ് വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ടൊന്ന് വായിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. RPF SI ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത്രയും സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ പോലും ആ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രീവിയസ് ഇയർ ഈ പറയുന്ന സമാന്തരമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഈ പറയുന്ന എക്സാം പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോസിലൂടെയൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും എന്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ വി ആർ ദെയർ ടു ഹെൽപ്പ് യു ആൻഡ് വി ആർ ദെയർ ടു ഹിയർ ഫ്രം യു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിന്ന് പറയാനുള്ളത്. അപ്പോൾ RPF കോൺസ്റ്റബിളിന് പ്രിപ്പയർ ചെയ്ത കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള മാസം ഇനി വരികയാണ്. നമ്മൾ സെൻട്രൽ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നത്തിലേക്ക്, ഇനി ആ കടമ്പയിലേക്ക് ഒരു മാസം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അച്ചീവ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ഈ പറയുന്ന അപ്ഡേറ്റ്സിന് വേണ്ടി ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. RPF പോലെയുള്ള സെൻട്രൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ ആർക്കും ഈ പറയുന്ന ചാനൽ നിങ്ങൾ സജസ്റ്റ് ചെയ്യുക. ഈ പറയുന്നത് പോലുള്ള വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഈ പറയുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ഒക്കെ ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ നിർദ്ദേശങ്ങളും സജഷൻസും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ വിട പറയുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.